ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആരും തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മടി കാണിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്താലും മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ചെറിയ ഡിന്നർ വ്ളോഗ് എന്ന് കൂടി പറയാം. അപ്പോൾ രാത്രിയത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ഗ്രീൻ എഗ്ഗ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു 5 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നല്ലൊരു ഡിഫറെൻറ്റ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള അധികം ചെറുതല്ലാത്ത രീതിയിൽ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്കൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരക്കേണ്ടതാണ്. അപ്പം അധികം ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് പേരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 2 ഉള്ളിയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടിയിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ടാണ് 1.5 ഇട്ട് കൊടുത്തത്. ചെറിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ ഈ പച്ചമുളകിൻ്റെ ഒരു കുത്തൽ ഈ കറിക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചിട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിവിടെ ഒരു 5-6 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കറിക്ക് വേറെ ഫ്രഷ് ക്രീമും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കറിക്ക് കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഈ ഒരു ഗ്രീൻ എഗ് മസാലക്കറിയുടെ കൂടെ നല്ലൊരു കോംബോ ആയിട്ട് വരുന്നത് ഭട്ടൂരയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ ഭട്ടൂരൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആട്ടപ്പൊടിയും മൈദയും മിക്സ് ആക്കിയിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് പരത്തി വെക്കാം. ഭട്ടൂരൊക്കെ നമ്മളെപ്പോഴും പരത്തുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് മുറിക്കണം, എന്നാലത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. ഭട്ടൂര പരത്തുമ്പം ഇതുപോലെ 4 പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടാണ് പൊരിക്കാറ്. നമ്മൾ സാധാരണ പൂരി പൊരിക്കുന്നത് പോലെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി പൊട്ടാൻ സാധ്യത ഉണ്ടാകും, അതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് പൊരിക്കുന്നത്. ഇനി നമ്മുടെ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇത് അരക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ കൂടെ അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട നമുക്കൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി പുഴുങ്ങിയ മുട്ടയിൽ ഓരോ വര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അല്പം മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരല്പം ഓയിലിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഏലക്കായും ചെറിയൊരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാനിൽ കിടന്നിട്ട് ഇത് കുറച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ആ മിക്സി ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കറിയുടെ ചാറ് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണമോ ഒക്കെ മാറി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിൽ വേറെ ഫ്രഷ് ക്രീമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറി ഏകദേശം ഒന്ന് കുറുകി ഇതുപോലെ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മുട്ടക്കറി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഏകദേശം ഈ ഒരു ടൈപ്പ് തന്നെ ഞാൻ ബട്ടർ മസാല ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അതുകൂടെ ഒന്ന് കാണണം. അങ്ങനെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ മുട്ടക്കറിയും നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. ബട്ടൂരൻ്റെ റെസിപ്പിയും ഇതിനു മുന്നേ ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും മടിക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.